ഇടുക്കിയിൽ നിന്നുള്ളൊരു വാഹന മോഷണ വാർത്തയിലേക്കാണ് ഇനി പോകുന്നത്. മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ രണ്ടിടങ്ങളിൽ നിന്നായി 2 വാഹനം മോഷ്ടിച്ച കള്ളൻ പോലീസിന്റെ പിടിയിലായി. നെടുങ്കണ്ടത്ത് നിന്നും പാമ്പാടുംപാറയിൽ നിന്നുമാണ് മുണ്ടക്കയം സ്വദേശി ഉണ്ണിക്കുട്ടൻ വാഹനങ്ങൾ മോഷ്ടിച്ചത്. ഓട്ടോറിക്ഷയും ജീപ്പുമാണ് ഇയാൾ മോഷ്ടിച്ചത്. മണിക്കൂറുകൾക്കുള്ളിൽ 2 മോഷണം നടത്താൻ വൈദഗ്ധ്യമുള്ള ആളെ പിടികൂടാനും പോലീസിന് മണിക്കൂറുകളുടെ ആവശ്യമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതാണ് മുണ്ടക്കയം കൊക്കയാർ അമലാഭവനിൽ 25-കാരൻ ഉണ്ണിക്കുട്ടൻ. ആളത്ര നല്ലവനായ ഉണ്ണിയല്ല. ലഹരി മരുന്ന് കേസടക്കം നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. ഉണ്ണിക്കുട്ടൻ്റെ പേരിലുള്ള പുതിയ കേസ് വാഹന മോഷണമാണ്. ഒരേ ദിവസം മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ മോഷ്ടിച്ചെടുത്തത് 2 വാഹനങ്ങൾ. കഴിഞ്ഞ ദിവസം പുലർച്ചെ 2 മണിയോടെ ഉണ്ണിക്കുട്ടൻ പണി തുടങ്ങി. മാളിയക്കൽ ജോബിൻ ജെയിംസിന്റെ ഓട്ടോറിക്ഷയാണ് ആദ്യം കടത്തിയത്. താക്കോലില്ലാത്തതിനാൽ വാഹനത്തിന്റെ വയറുകൾ വിച്ഛേദിച്ച് നേരിട്ട് കണക്ഷൻ കൊടുത്ത് സ്റ്റാർട്ടാക്കി. കുമളി മൂന്നാർ സംസ്ഥാന പാതയിലൂടെ മുന്നോട്ടു പോകുമ്പോഴാണ് പാമ്പാടുംപാറ ടൗണിൽ നിർത്തിയിട്ടിരുന്ന ജീപ്പ് കണ്ടത്. പാമ്പാടുംപാറ വിളയിൽ VS രാജന്റെ ഉടമസ്ഥതയിലുള്ള ജീപ്പായിരുന്നു അത്. ഓട്ടോറിക്ഷയിൽ അപ്ലൈ ചെയ്ത അതേ മെത്തേഡിൽ ജീപ്പും സ്റ്റാർട്ട് ചെയ്തു. മോഷ്ടിച്ചെടുത്ത ജീപ്പുമായി നേരെ കട്ടപ്പനയ്ക്ക് വെച്ചുപിടിച്ചു. കട്ടപ്പനയിലെ പെട്രോൾ പമ്പിലെത്തി ഫുൾ ടാങ്ക് എണ്ണയടിച്ച് കാശ് കൊടുക്കാതൊരു പോക്ക്. പമ്പ് ജീവനക്കാർ കട്ടപ്പന പോലീസിൽ വിവരമറിയിച്ചതോടെ വിവരം വിവിധ സ്റ്റേഷനുകളിലേക്ക്. പെരുവന്താനം ഹൈവേ പോലീസിന്റെ പരിശോധനയിൽ ഉണ്ണിക്കുട്ടൻ പിടിയിൽ. ഡീസൽ അടിച്ചിട്ട് അതിൻ്റെ പൈസ കൊടുക്കാതെ പോയപ്പോഴാണ് അറിയുന്നത്. ഉടനെ കട്ടപ്പന സ്റ്റേഷനിൽ നിന്നും നമ്മളെ അറിയിച്ച് നമ്മൾ അതിനെ ഫോളോ ചെയ്ത് നമ്മുടെ ഹൈവേ പോലീസ് പീരുമേട് ഹൈവേ പോലീസിനോട് അറിയിച്ച് നമ്മളും പുറകെ പോയി ചേസ് ചെയ്ത് അപ്പോൾ കുട്ടിക്കാനം കഴിഞ്ഞു പോയത് വണ്ടി. അങ്ങനെ കുട്ടിക്കാനം താഴെ മുറിഞ്ഞ വഴി താഴെ വെച്ചിട്ട് ചേസ് കൊണ്ട് പിടിക്കുകയായിരുന്നു. ജീപ്പ് കണ്ടപ്പോൾ ആദ്യം മോഷ്ടിച്ച ഓട്ടോറിക്ഷ നിർത്താനൊന്നും ഉണ്ണിക്കുട്ടൻ മെനക്കെട്ടില്ല. ഇതും പ്രതിയിലേക്ക് വേഗത്തിലെത്തുവാൻ പോലീസിന് സഹായമായി. വണ്ടി വീടിന് മുന്നിൽ സ്ഥിരമായിട്ട് അവിടെ തന്നെ ഇടുന്നത്. വണ്ടി നോക്കിയപ്പോൾ വണ്ടി അവിടെ ഇല്ല. സ്റ്റേഷനിൽ നിന്ന് വിളിച്ച് പറഞ്ഞു, ഇന്നപോലെ പാമ്പാടുംപാറയിൽ ഇന്നപോലെ ഒരു മോഷ്ടാവ് നിങ്ങളുടെ വണ്ടി കൊണ്ടുപോയിട്ട് അവിടെ ഉപേക്ഷിച്ചിട്ടുണ്ട്. അവിടുന്ന് വേറൊരു ജീപ്പ് എടുത്തുകൊണ്ട് ഇയാൾ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അറിയുന്നത്. ഞാൻ അവിടെ ചെന്ന് പാമ്പാടുംപാറ ചെന്ന് ഞാൻ തന്നെ പിന്നെ വണ്ടി എടുത്തുകൊണ്ട് ഇവിടെ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ഇടുകയാണ് ചെയ്തത്. നമ്മൾ പാമ്പാടുംപാറ ഒരു കടയുണ്ട്. കടയുടെ ഫ്രണ്ടിലാണ് വണ്ടി ഇട്ടിരുന്നത്. അപ്പം രാവിലെ ഒരു 3:30 അച്ഛൻ്റെ പേരിലാണ് വണ്ടി. അപ്പം 3:30 ഒരു കട്ടപ്പന സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിട്ട് കട്ടപ്പന പമ്പിൽ നിന്ന് 4000 രൂപയോളം പെട്രോൾ അടിച്ചിട്ട് വണ്ടി നിർത്താതെ പോയെന്ന് പറഞ്ഞ് വിളിക്കുകയുണ്ടായി. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളപ്പം വണ്ടി കിടക്കുന്ന സ്ഥലത്തേക്ക് വന്ന് നോക്കി. അപ്പോൾ അവിടെ വണ്ടിയില്ലായിരുന്നു. പകരം വേറെ ഓട്ടോ സ്റ്റാർട്ടിങ്ങിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു. കയ്യിൽ കിട്ടിയ വാഹനം പൊളിച്ചു വിറ്റതടക്കമുള്ള കേസുകൾ ഉണ്ണിക്കുട്ടൻ്റെ പേരിലുണ്ട്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ബിഗ് TV ഇടുക്കി. മലപ്പുറം കൊണ്ടോട്ടിയിൽ കടയുടെ സമീപം നിർത്തിയിട്ട സ്കൂട്ടർ പട്ടാപ്പകൽ മോഷണം പോയി. കൊണ്ടോട്ടി മേലങ്ങാടിയിൽ റോഡിൽ നിർത്തിയിട്ട സ്കൂട്ടറുമായാണ് മോഷ്ടാവ് കടന്നു കളഞ്ഞത്. കൊണ്ടോട്ടി സ്വദേശി കുഞ്ഞു മുഹമ്മദിന്റെ വാഹനമാണ് നഷ്ടമായത്. മേലങ്ങാടിയിലെ കടയുടെ മുൻപിൽ നിർത്തിയിട്ടതായിരുന്നു വാഹനം. ഈ സമയത്ത് കുഞ്ഞു മുഹമ്മദ് കടയുടെ അകത്ത് തന്നെ ഉണ്ടായിരുന്നുവെങ്കിലും മോഷണം ശ്രദ്ധയിൽപ്പെട്ടില്ല. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. മോഷ്ടാവ് നടന്നു വരുന്നതും സ്കൂട്ടറുമായി പോകുന്നതുമെല്ലാം CCTVയിൽ കൃത്യമായി പതിഞ്ഞിട്ടുണ്ട്. കൊണ്ടോട്ടി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു.